വയനാട് ജില്ലയുടെ മധ്യത്തിലായി കൽപ്പറ്റ നിന്ന് 20 കിലോമീറ്റർ അകലത്തിൽ കോട്ടത്തറ പഞ്ചായത്തിൽ 991 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ട്രെക്കിംഗ് കേന്ദ്രമാണ് കുറുമ്പാലക്കോട്ട മല. പടിഞ്ഞാറത്തറ നിന്ന് ഏകദേശം 10 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. രാവിലെ ഏകദേശം 6:30 ആയിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. കുറുമ്പാലക്കോട്ടയുടെ മുകളിൽ നിന്നാണ്. വാണ്ടർ ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ കൂടെ സിബിച്ചേട്ടനുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ കുറുമ്പാലക്കോട്ട കയറിയത്. രാവിലെ 5 മണിക്ക് യാത്ര തുടങ്ങിയത് 6:15 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. രാവിലെ വന്നപ്പോൾ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ആളുകളാണ്. അരികോട് വാവൂര്. എന്താ പേര്? ജദീർ. ജദീർ അല്ല, അനസ്. എവിടെ? കോഴിക്കോട്. രാവിലെ ഇവിടെ ഇഷ്ടംപോലെ ആളുകളാണ്. നമ്മൾ ഇത്രയും കയറ്റം കയറി വരുമ്പോൾ ആളൊന്നും വരില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആളുകൾ ഇഷ്ടംപോലെ ആളുകൾ, കാപ്പിൻ്റെ കച്ചവടക്കാർ, പിന്നെ ഫാമിലി, ചെറിയ കുട്ടികൾ. വില്യാപ്പള്ളി കുട്ടികളായിട്ട് രാവിലെ കയറിയാ കാണുന്നുണ്ടോ? കുറുമ്പാലക്കോട്ടയുടെ മുകളിൽ നിൽക്കുമ്പോൾ ചുറ്റുഭാഗത്ത് നോക്കുമ്പോഴും കോടമഞ്ഞ് നിറഞ്ഞതായിട്ടാണ് കാണുന്നത്. രാവിലെ ഒരു പ്രത്യേക ഫീലാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന മാതിരി നമ്മൾ മേഘത്തിൻ്റെ മുകളിലാണോ എന്ന് തോന്നിപ്പോവും. രാവിലെ 6:30 ആയിട്ടും ചന്ദ്രനെയാണ് ആകാശത്തിൽ കാണുന്നത്. ധാരാളം ആളുകൾ ടെൻറ്റും മറ്റു സൗകര്യങ്ങളുമായി വന്ന് ഇവിടെ രാത്രി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുടിവെള്ളമോ ബാത്റൂം സൗകര്യമോ ഒന്നും ഇവിടെ നിലവിലില്ല. ഭാവിയിലെങ്കിലും അധികാരികൾ ഇതിനൊരു മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. താഴെ വണ്ടി പാർക്ക് ചെയ്ത് ദുർഘടമായ പാതയിലൂടെ നടന്നാണ് ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇനിയും ഏറെ സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. സൂര്യപ്രകാശം വന്ന് കോടമഞ്ഞ് മുഴുവനായി നീങ്ങിയാൽ ഇവിടെ നിന്ന് ബാണാസുര ഡാമിൻ്റെ വിദൂര ദൃശ്യം വളരെ വ്യക്തമായി കാണാവുന്നതാണ്. കൂത്തുപറമ്പ് അല്ലേ? നിങ്ങൾ പേരെന്ന് പറയും? സിനാൻ ലാസ്റ്റ് അല്ലേ? എല്ലാവരും പഠിക്കുന്നവരാ? എൻ്റെ ഉമ്മാൻ്റെ ഫാമിലി എല്ലാം കുറച്ച് അങ്ങോട്ട് മലപ്പുറം, ചെമ്മാട്, പിന്നെ തിരൂര്. വണ്ടർ WANDER ഗ്രൂപ്പ് GROUP. വണ്ടർ ഗ്രൂപ്പ് മലപ്പുറം ഇതല്ലേ? അതെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചിട്ടാൽ മതി. എല്ലാവരും ചെയ്യണ്ട്. കുറുമ്പാലക്കോട്ടയുടെ മുകളിൽ 3 ആൾ പൊക്കത്തിലുള്ള കുരിശിനെ ലക്ഷ്യമാക്കി ധാരാളം വിശ്വാസികളാണ് വിളമ്പുകണ്ടം ഭാഗത്ത് നിന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ദുഃഖ വെള്ളിയാഴ്ചയോടനുബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടം സന്ദർശിക്കുന്നത്. രാവിലെ 7:30 മണിയായപ്പോഴാണ് സൂര്യൻ കുറച്ചെങ്കിലും കാണാൻ തുടങ്ങിയത്. കോടമഞ്ഞ് ഇപ്പോഴും മുഴുവനായിട്ട് മാറിയിട്ടില്ല. നമ്മൾ ഡാർജിലിങ്ങിൽ പോയപ്പോൾ ടൈഗർ ഹില്ല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ അതേമാതിരിയാണ് കാപ്പിയൊക്കെ ആയിട്ട് രാവിലെ. അയ്യോ അത് മോശമായിട്ടാ. എന്നാൽ ഞാൻ കൊടുക്കാം.
ഇന്നലെ രാത്രി വന്ന് ടെൻ്റ് അടിച്ച് വെച്ച ഫാമിലിയും പിന്നെ ആളുകളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ശനിയാഴ്ച ആളുകൾ ഇഷ്ടംപോലെ വരും എന്നാണ് പറയുന്നത്. പിന്നെ ഞായറാഴ്ച തന്നെ ഇറങ്ങിപ്പോകും. അങ്ങനെ ടെൻറ്റിലൊന്ന് കയറിയിരിക്കാൻ പറ്റി. ഇവിടെ കുറുമ്പാലക്കോട്ട വന്നിട്ട് നല്ല അടിപൊളി കാലാവസ്ഥയാണ്, കുറച്ച് തണുപ്പുണ്ട്. രാവിലെ 7:30 വെയിൽ പരക്കുന്നതേ ഉള്ളൂ. ടെൻറ്റിൻ്റെ ഉടമസ്ഥനോട് നന്ദി പറഞ്ഞുകൊണ്ട് ടെൻറ്റിൽ നിന്ന് ഇറങ്ങി. അവിടെ ഒരു ഫാൻറ്റൻ റോക്കൊക്കെ ഉണ്ട് അവിടെ. ഫാൻറ്റൻ റോക്കിന്റെ ഒക്കെ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഉണ്ട് കടുവാക്കുഴി എന്ന് പറഞ്ഞിട്ടൊരു പാറ. ശരി. അവിടെ എനിക്ക് ഇപ്പോൾ എക്കോ ടൂറിസം തുടങ്ങി 1.5 വർഷമായിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ടെൻറ്റ് സ്റ്റേ ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ശരിയാവുണ്ടായും പോലെ അപ്പോൾ കോവിഡ് വന്നുകൊണ്ട് കോട്ടായി. അവിടെ നിന്ന് ശരിക്കും ആരും പോകുന്നില്ല. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ മാത്രമേ പോയുള്ളൂ. ഞങ്ങൾ മൂന്നുപേരും അവർ നിങ്ങൾ ഒന്നിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്? അല്ല, ഡിഫറെൻറ്റ് കമ്പനി. ശരി. ബാംഗ്ലൂർ തന്നെ? ബാംഗ്ലൂർ. ഓക്കെ, കണ്ടതിൽ സന്തോഷം. കുറുമ്പാലക്കോട്ട പിന്നെ മുകളിലുള്ള വ്യൂ ഒക്കെ കണ്ട് റമീസ് ഇവന്റെ 3ാമത്തെ ബർത്ത്ഡേ, ഇത് നിയമോള് 7ാമത്തെ ബർത്ത്ഡേ. Happy birthday to you. Cici también. Happy birthday to you. Happy birthday to you. ഇപ്പൊ വായിക്ക് തിന്നെ.
എൻ്റെ 2 പേരക്കുട്ടികളുടെ ബർത്ത്ഡേ ആയതിനാൽ വയനാട്ടിൽ വന്നപ്പോൾ ഒരു കേക്ക് മുറിക്കാൻ തീരുമാനിച്ച് അങ്ങനെ അതിനുള്ള കേക്ക് ഉണ്ടാക്കി തന്നത് ഇവരാണ്. എൻ്റെ പേര് സോണിയ. എനിക്ക് എൻ്റെ കേക്കിൻ്റെ ചെയ്യുന്ന പേജുണ്ട്. സോണി സ്വീറ്റ് ട്രീറ്റ്സ് എന്നാണ് എൻ്റെ കേക്ക് ഓർഡർ എടുക്കുന്ന പേജ്. എല്ലാവരും എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം. പിന്നെ എല്ലാത്തരം വെറൈറ്റി കേക്കുകളും അവരുണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദൂരമാണെങ്കിലും എത്തിച്ചേരാനുള്ള ഏർപ്പാടൊക്കെ അതിൻ്റെ രീതി അനുസരിച്ച് അവർ ചെയ്തോളും. ഓക്കെ.